ഇന്ത്യ പാക് വെടിനിർത്തലിന് തുടർച്ചയായുള്ള സൈനികതല ചർച്ച ഇന്നുണ്ടാവില്ല. വെടിനിർത്തൽ ധാരണ തുടരുമെന്ന് സൈന്യം അറിയിച്ചു. അതേസമയം ഓപ്പറേഷൻ സിന്ദൂരിലൂടെ പാകിസ്ഥാന്റെ 100 കിലോമീറ്ററിനുള്ളിലെ ഭീകര ക്യാമ്പുകൾ വരെ തകർത്ത സൈനിക നടപടിയെ പ്രശംസിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സൈന്യത്തിനെതിരെ BJP മന്ത്രിമാർ നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ മൗനം പാലിച്ചു. ഇന്ത്യ പാക് വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള DGMO തല ചർച്ച ഇന്നും തുടരുമെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് സൈന്യം ഇത് സംബന്ധിച്ച വ്യക്തത വരുത്തിയത്. സൈനിക തല ചർച്ച ഇന്നുണ്ടാകില്ലെന്നും വെടിനിർത്തൽ ധാരണ തുടരുമെന്നും സൈന്യം വ്യക്തമാക്കി. അതേസമയം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് പിന്നാലെ കടുത്ത പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ. സമാധാന ചർച്ചകൾക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സന്നദ്ധത അറിയിച്ചതും സിന്ധു നദീജല കരാർ സംബന്ധിച്ച ആശങ്കയെ തുടർന്നാണെന്നാണ് വിവരം. ഇതിനിടെ ഗുജറാത്തിൽ പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്ത ആഭ്യന്തരമന്ത്രി അമിത്ഷാ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ നടപടിയെ പ്രശംസിച്ചു. ഇന്ത്യയുടെ സായുധ സേന പാകിസ്ഥാനുള്ളിലെ 100 കിലോമീറ്റർ പരിധിയിലുള്ള ഭീകര ക്യാമ്പുകൾ തകർത്തെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. അതേസമയം BJP മന്ത്രിമാർ തുടരുന്ന സൈന്യത്തിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മൗനം പാലിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തിരങ്ക റാലിയിലൂടെ രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന ആരോപണവും ശക്തമാണ്. കൈരളി ന്യൂസ്, ദില്ലി.